Hi dears, welcome to Innus Passion World. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിങ്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വെറും പുളിങ്കറിയല്ല, ഇത് ഈന്തപ്പഴം കൊണ്ടുള്ള പുളിങ്കറിയാണ്. അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പുളിങ്കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിക്ക് മുമ്പ് ഇന്നലെ ഞാൻ ഇട്ടിരുന്ന ഇറച്ചിച്ചോറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അടുപ്പത്തേക്കൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 നുള്ള് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതും ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി അതുകൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൊരിഞ്ഞു വന്നോട്ടെ. അപ്പോൾ മൊരിയൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-1.5 ആഴ്ചയോളം നമ്മുടെ ഈ കറി കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊന്ന് ചൂടാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ ചുവന്നുള്ളി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതും കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിൽ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ വെള്ളം കൂടി നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്തിനുള്ളിൽ ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈന്തപ്പഴം കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്തിൽ നമുക്കിതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ കറി ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അതുവരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ചൂടോടുകൂടി നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ നിങ്ങളിത് കഴിച്ചു വയ്ക്കാൻ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്